Good morning, students. This is we discuss the sinking fund method of redeeming debentures. That is we journal entry class discuss that ledger account in this class we discuss ledger sadharna problem prepare important ledger accounts and journal entries എന്നാണ് അല്ലെങ്കിൽ journal and ledger എന്നാണ് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പ്രത്യേകിച്ച് ഒരു ലെഡ്ജർ പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ലെഡ്ജേഴ്സ് പ്രിപ്പയർ ചെയ്യണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അക്കൗണ്ടുകളാണ് ഇപ്പോൾ നമ്മൾ ബോർഡിൽ ഡിസ്കസ് ചെയ്യുന്നത്, വരയ്ക്കുന്നത്. ഒന്ന് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും, അതായത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിന് വേണ്ടി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഡിബഞ്ചർ റിഡംഷന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്ന സിങ്കിങ് ഫണ്ട് അക്കൗണ്ടും, അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടും ആയിട്ടുള്ള രണ്ട് അക്കൗണ്ടുകളാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് പോവാം. ലെഡ്ജർ അക്കൗണ്ട്സ് എന്നുള്ള ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ടാണ്. ഇതിൽ നമുക്കറിയാം സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന ജേണൽ ഓൾറെഡി എഴുതി കഴിഞ്ഞിട്ടുള്ളതാണ്. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് 2001 ഡിസംബർ 31 നമ്മൾ സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. സിങ്കിങ് ഫണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്തിട്ടാണ്. എവിടെ നിന്നാണ് സെറ്റ് അസൈഡ് ചെയ്യുന്നത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്നാണ് സെറ്റ് അസൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഇങ്ങനെയാണ് ജേണൽ എൻട്രി വരിക. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്നാണ് വരുന്നത്. അപ്പോൾ സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിൽ 2001 ഡേറ്റ് 2001 ഡിസംബർ 31 ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 25,377 രൂപ എഴുതും അല്ലേ. ഇനി വേറൊന്നും എഴുതാനില്ലാത്ത കാരണം ഈ ലെഡ്ജർ ഈ അക്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എമൗണ്ടുകളും ഈക്വലായിട്ട് അണ്ടർലൈൻ ചെയ്യുന്നു, ഡബിൾ ലൈൻ ചെയ്യുന്നു. എന്നിട്ട് എവിടെയാണോ ഏത് സൈഡാണോ കൂടുതൽ, ഇപ്പോൾ ഇവിടെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ, അപ്പോൾ ഏത് സൈഡാണോ കൂടുതൽ എന്നുണ്ടെങ്കിൽ ആ സൈഡ് തന്നെ താഴത്തേക്ക് എടുത്ത് എഴുതുക. 25,377 രൂപയാണുള്ളത്. അത് തന്നെ ഇപ്പുറത്തെ ടോട്ടൽ കോളത്തിലേക്ക് ആ എമൗണ്ട് എടുത്ത് എഴുതുക. ഇതിനെയാണ് നമ്മൾ ബാലൻസിങ് എന്ന് പറയുന്നത്. നമ്മൾ ഇഷ്ടംപോലെ പഠിച്ചിട്ടുള്ളതാണ്, എന്നാലും ഞാനൊന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇത്രയായി കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ബാലൻസ് എത്ര വരുന്നുണ്ട്, ഇവിടെ വേറെ എമൗണ്ട് ഒന്നും ഇല്ലാത്ത കാരണം ഇത് തന്നെയാണ് ബാലൻസ് എമൗണ്ട്. 25,377 രൂപയാണ് ബാലൻസ്. അപ്പോൾ ഡേറ്റ് 2001, സെയിം ഡേറ്റ് ആണ്, ഡിസംബർ 31 തന്നെയാണ് ഇത് ബാലൻസ് ചെയ്യുക. ടു ബാലൻസ് ക്യാരിഡ് ഔട്ട് 25,377. അപ്പോൾ നമ്മൾ വേറെ ട്രാൻസാക്ഷൻ ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അത് ബാലൻസ് ചെയ്തു. ഇനി അടുത്ത വർഷം എന്ന് പറഞ്ഞാൽ 2002 ജനുവരി 1-ാം തീയതി നമ്മൾ എന്ത് ചെയ്തു, ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കഴിഞ്ഞ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ഈ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരും. ദാറ്റ് ഈസ് 25,377. ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വർഷത്തെ എമൗണ്ട് വരുന്നതിന് മുൻപായിട്ട് ഈ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുള്ളതിൻ്റെ നമുക്കറിയാലോ, ഒന്നാമത്തെ വർഷം നമ്മൾ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നു. എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. പിന്നെ നമ്മൾ ജേണൽ എൻട്രി എഴുതുന്നത് അടുത്ത വർഷം അവസാനം എഴുതുന്ന ജേണൽ എൻട്രിയിലെ ഒന്നാമത്തെ ജേണൽ എൻട്രി എന്ന് പറയുന്നത് ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ടിൻ്റെ ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളതാണ് അല്ലേ. ആ ഇൻട്രസ്റ്റ് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റിൻ്റെ എമൗണ്ട്, ഇൻട്രസ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് നമ്മൾ എവിടേക്ക് മാറ്റുന്നുണ്ട്, ഇൻട്രസ്റ്റ് ഓൺ SFI അക്കൗണ്ട് ഡെറ്റർ ടു SF അക്കൗണ്ട്, അതായത് ഇൻട്രസ്റ്റ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് എന്നുള്ള ഒരു ജേണൽ എൻട്രി ഉണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ബൈ ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് വരുന്നത് 1,270 രൂപയാണ്. ജേണൽ എൻട്രി ഞാനിപ്പോൾ ഇവിടെ എനിക്ക് ജേണൽ എൻട്രി ബോർഡിലില്ല. ഇപ്പോൾ ജേണൽ എൻട്രി കയ്യിലുള്ള കുട്ടികളെ സംബന്ധിച്ച് ജേണൽ എൻട്രി എഴുതി വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഈ എമൗണ്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമ്മൾ സാധാരണ എല്ലാ വർഷവും ചെയ്യുന്ന സെയിം ജേണൽ എൻട്രി തന്നെ ഡിസംബർ 31 ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട്, അതായത് എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട് സെയിം എമൗണ്ട് ആണ് 25,377. ഇത്രയായി കഴിഞ്ഞാൽ വേറെ ജേണൽ എൻട്രീസ് ഒന്നുമില്ല.
ബാലൻസിങ് പ്രോസസ്സ് നടക്കുകയാണ്. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു, ഡബിൾ ലൈൻ ചെയ്തു. $52,024 രൂപയാണ് ടോട്ടൽ വന്നത്. നമുക്കത് 2002 ഡിസംബർ 31 ആണ് ഡേറ്റ്. ഇവിടെ ടു ബാലൻസ് ക്യാരി ഡൗൺ 52,024. അടുത്ത വർഷം തേർഡ് ഇയർ എന്ന് പറയുമ്പോൾ 2003 ജനുവരി 1-ാം തീയതി ഇതെന്ത് ചെയ്യണം? ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ആണ് ഈ വർഷത്തെ, രണ്ടാമത്തെ വർഷത്തെ ക്ലോസിംഗ് ബാലൻസ് ആണ്. മൂന്നാമത്തെ വർഷത്തെ ഓപ്പണിംഗ് ബാലൻസ് ആയിരിക്കുക 52,024. ദെൻ ആ വർഷവും നമുക്ക് എന്ത് കിട്ടും? നേരത്തെ പോലെ തന്നെ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഡിസംബർ 31 ഇൻട്രസ്റ്റ് ഓൺ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് കിട്ടുന്ന, ഈ വർഷം കിട്ടുന്ന ഇൻട്രസ്റ്റ് 2,600 രൂപയാണ്. ദെൻ ആ വർഷവും എന്ത് ചെയ്യുന്നു? ലാസ്റ്റ് ഇയർ ആയാലും എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യണം. ഡിസംബർ 31 ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് 25,377. ദെൻ നമ്മുടെ പ്രോഫിറ്റ് ഉണ്ട് അല്ലേ? പ്രോഫിറ്റ് നമുക്ക് ഇവിടേക്ക് മാറ്റണം. സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ദാറ്റ് ഈസ് 3,000. കോഡ് ഇവിടെ 83,001 വന്നിട്ടുള്ളത്. ഇതിനെന്ത് ചെയ്യുന്നു? 2003 ഡിസംബർ 31 ഇത് മാറ്റല്ല വേണ്ടത്, ഇത് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ടു ജനറൽ റിസർവ് അക്കൗണ്ട്. ഈ എമൗണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇത് വരച്ച് കഴിഞ്ഞിട്ടാണ്, സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞിട്ടാണ് ഈ എമൗണ്ട് കിട്ടുക എന്ന് നേരത്തെ നമ്മൾ ജേണൽ എഴുതിയപ്പോൾ പറഞ്ഞിരുന്നു. എന്തായാലും ഒന്നുകൂടി നമുക്ക് ഈ അക്കൗണ്ട് ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം. ഇത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടാണ്. ഇത് തുടങ്ങുന്നത് 2001 ഡിസംബർ 31 എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുക. P&L അക്കൗണ്ടിൽ നിന്ന് എമൗണ്ട് മാറ്റി വയ്ക്കുന്നതോട് കൂടിയിട്ടാണിത് ഈ എമൗണ്ട് വർക്കിംഗ് തുടങ്ങുന്നത്. അപ്പോൾ ആദ്യത്തെ ജേണൽ എൻട്രി 2001 ഡിസംബർ 31 ബൈ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് 25,377 ആണ്. ആ വർഷം വേറെ ജേണൽ എൻട്രീസ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് അന്ന് തന്നെ അത് ക്ലോസ് ചെയ്യുക. ക്ലോസ് ചെയ്യുമ്പോൾ ബാലൻസ് നമുക്ക് സെയിം ബാലൻസ് തന്നെ 25,377 ബാലൻസ് കിട്ടും. ആ ക്ലോസിംഗ് ബാലൻസ് നെക്സ്റ്റ് ഇയറിലേക്ക് തുടക്കത്തിലേക്ക് നമ്മളത് എന്ത് ചെയ്യുക? ബ്രോഡ് ഡൗൺ ചെയ്യുക. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ 25,377 ബ്രോഡ് ഡൗൺ ചെയ്യുക. ഇനി അവിടേക്ക് ഇത് ആദ്യത്തെ വർഷം മാറ്റി വെച്ച എമൗണ്ടാണ്. അവിടേക്ക് എന്ത് വരും? ആദ്യത്തെ വർഷം ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ ഇൻട്രസ്റ്റ് വരും. ആ ഇൻട്രസ്റ്റ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം. ദാറ്റ് ഈസ് 1,270 ആണ് ഇൻട്രസ്റ്റ്. ഇനി സെക്കൻഡ് ഇയറിൽ സെറ്റ് അസൈഡ് ചെയ്യുന്ന സെയിം എമൗണ്ട്, അതായത് ആദ്യത്തെ വർഷം സെറ്റ് അസൈഡ് ചെയ്ത സെയിം എമൗണ്ട് തന്നെ സെക്കൻഡ് ഇയറിലും സെറ്റ് അസൈഡ് ചെയ്യണം. അതും കൂടി വരും. അപ്പോൾ 25,377 വരും. ഒരു ഇൻട്രസ്റ്റും വരും. അങ്ങനെ 52,000
24 ആണ് വരുന്നത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, 2002 ദാറ്റ് ഈസ് സെക്കൻഡ് ഇയറിലെ ലാസ്റ്റിൽ നമ്മളത് ക്ലോസിംഗ് ബാലൻസ് ആയിട്ട് മാറ്റി വയ്ക്കുന്നു. ആ ക്ലോസിംഗ് ബാലൻസ് ആണ് 2003 ലാസ്റ്റ് ഇയറിലെ നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരിക. ബൈ ബാലൻസ് ബ്രോഡ് ഓൺ 52,024 ആണ് ബാലൻസ്. അതുകൂടാതെ ആ വർഷവും ഇതുപോലെ തന്നെ ഇൻട്രസ്റ്റ് വരും. ഇൻട്രസ്റ്റ് വരുന്നത് 2 വർഷത്തെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് 2 ഇൻവെസ്റ്റ്മെൻ്റ് ഇൻട്രസ്റ്റ് വരുന്നത് 2600 രൂപയാണ്. ദെൻ എന്ത് ചെയ്യുന്നു, ലാസ്റ്റ് ഇയർ ആയതുകൊണ്ടും നമ്മൾ സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ടിന് മാറ്റമൊന്നുമില്ല. അത് സെയിം എമൗണ്ട് തന്നെ 25,377 രൂപ വരും. ഇനി നമുക്കറിയാം നമ്മൾ ഈ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വിറ്റപ്പോൾ നമുക്കൊരു 3000 രൂപ ലാഭം കിട്ടിയിട്ടുണ്ട്. ആ ലാഭവും സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക. അതോടുകൂടി കൂട്ടി അങ്ങനെ എല്ലാ പ്രോസസ്സും കഴിഞ്ഞ് അവസാനം ബാലൻസ് ഉള്ള 83,001 രൂപ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫൈനലി അത് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത അക്കൗണ്ട് നോക്കാം എങ്ങനെയാണ്. അടുത്ത അക്കൗണ്ട് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തുടങ്ങുന്നത് 2001 ഈ ഡേറ്റിന് തന്നെയാണ്. 2001 ഡിസംബർ 31 നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ജേണൽ എൻട്രി എന്താ, ഒരു പെന്ന് വാങ്ങിക്കഴിഞ്ഞാൽ പെൻ അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ് ആണ് വരിക. ഒരു ചോക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ചോക്ക് അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ് ആണ് വരിക. ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയ എന്തായിരിക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്ററ്റ് ടു ക്യാഷ്. വലിയ എമൗണ്ട് ആയതുകൊണ്ട് നമ്മൾ ക്യാഷിന് പകരം എന്തായിട്ട് ഉപയോഗിക്കും, ബാങ്ക് എന്ന് ഉപയോഗിക്കും അല്ലേ. അപ്പോൾ ഇത് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ടാണ്. ദാറ്റ് ഈസ് 2001 ഡിസംബർ 31 നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് അറ്ററ്റ് ടു ബാങ്ക്. അപ്പോൾ അവിടെ ടു ബാങ്ക് എമൗണ്ട് എഴുതുന്നത് കുട്ടികൾക്ക് അറിയാം. നമ്മൾ ആദ്യത്തെ വർഷം മാറ്റി വെച്ചിട്ടുള്ള എമൗണ്ട് 25,377 രൂപയാണ്. അപ്പോൾ 377 വെച്ചിട്ട് നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് നിയറസ്റ്റ് 100ലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, റൗണ്ട് ചെയ്യണം. അപ്പോൾ 25,377 പകരം നമ്മൾ 25,400 രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് അല്ലേ. ആദ്യത്തെ വർഷത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് 25,400 ആണ്. ഈ വർഷം വേറെ പ്രൊസീഡിങ്സ് ഒന്നുമില്ല. അപ്പോൾ നേരത്തെ പോലെ തന്നെ 2 സൈഡ് ഈക്വലായിട്ട് വരയ്ക്കുക. കൂടുതലുള്ള സൈഡ് താഴത്തേക്ക് എടുത്ത് എഴുതുക, അത് തന്നെ അപ്പുറത്തേക്ക് എടുത്ത് എഴുതുക. ഇവിടെ ഒന്നുമില്ലാത്ത സൈഡിൽ തന്നെ കുറവുള്ള സൈഡിൽ ബാലൻസ് ചെയ്യുക. 25,400 നമ്മുടെ കയ്യിൽ ബാലൻസ് ഉണ്ട്. അത് 2001 ഡിസംബർ 31 ബൈ ബാലൻസ് എന്താണ്, ക്യാരി ഡൗൺ. മനസ്സിലായല്ലോ. അപ്പോൾ 2001 ഡിസംബർ 31 നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി. അത് ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് സെയിം ബാലൻസ് തന്നെയാണ്. അത് അടുത്ത വർഷം 2002 ജാനുവരി 1 തീയതി 2002 ജനുവരി 1 തീയതി നമ്മൾ എന്ത് ചെയ്യുന്നു, അത് ടു ബാലൻസ് ബ്രോഡ് ഡൗൺ. ഓപ്പണിംഗ് ബാലൻസ് ആണ് 25,400 നമ്മുടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് വരുന്നത്. വീണ്ടും ആ വർഷം അവസാനം 2002 ഡിസംബർ 31 വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു, ടു ബാങ്ക് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ആദ്യത്തെ ഇൻട്രസ്റ്റ് എത്രയാ, 1270 പ്ലസ് ഈ വർഷത്തെ സെറ്റ് അസൈഡ് ചെയ്യുന്ന എമൗണ്ട് 25,377. അപ്പോൾ എത്ര വരും, 2 കൂടി ആകുമ്പോൾ അത് 26,600 26,647 ആയിരിക്കും വരിക. 47 രൂപ വിട്ട് 47 രൂപ വിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, 26,600 നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. വേറൊന്ന് എഴുതാലാത്ത 2 സൈഡ് ഈക്വലായിട്ട് വരച്ചു. 0 0 0 എന്ന് വായിക്കുന്നുണ്ട്. 52,000 2002 ഡിസംബർ 31 ബൈ ബാലൻസ് ക്യാരി ഡൗൺ
52,000. ഇത് അടുത്ത വർഷത്തേക്ക് 2003 January 1 നമ്മൾ എന്ത് ചെയ്യുന്നു? ടു ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറഞ്ഞിട്ട് 52,000 തന്നെ നമ്മൾ എഴുതുന്നു. ദെൻ ആ വർഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ഇത് റിയലൈസ് ചെയ്യുന്നു. 2003 December 31 ബൈ ബാങ്ക് 55,000 സെയിലാണ്. ഇനി നമ്മൾ ക്ലോസ് ചെയ്യാണ്. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. കൂടുതലുള്ള സൈഡ് 55,000 ആണ്. അതന്നെ പുറത്തേക്ക് എടുത്ത് എഴുതി. 55,000 പുറത്തേക്ക് എടുത്ത് എഴുതി. ഡബിൾ ലൈൻ ചെയ്തു. അപ്പോൾ ഇവിടെ December 31 ബാലൻസ് ചെയ്യുന്നു. എത്രയാണ്? 3,000 rupees വരുന്നു. അത് നമ്മൾ എവിടേക്ക് മാറ്റുക? സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് മാറ്റുക. ഇത് പ്രോഫിറ്റാണ്. അപ്പോൾ പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ് എന്നുള്ള ബ്രാക്കറ്റിൽ വേണമെങ്കിൽ എഴുതി വയ്ക്കും. ഇത് പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് ട്രാൻസ്ഫേർഡ്, അതായത് 55,000 രൂപയാണ് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്. 55,000 rupees ആണ് നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട്. നമ്മൾ ആകെ അടച്ച പൈസ എന്ന് പറയുന്നത് 52,000 ആണ്. ദെൻ 3,000 rupees നമുക്ക് എന്തായിട്ട് കിട്ടുന്നു? പ്രോഫിറ്റായിട്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ഇതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ള രണ്ട് അക്കൗണ്ട്. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അക്കൗണ്ടുകളാണ്. കുട്ടികൾ സാധാരണ സിങ്കിങ് ഫണ്ടിൻ്റെ ഒരു എസ്സേ ഒക്കെ വരികയാണെങ്കിൽ ജേണലിൽ മാത്രം എഴുതിയാൽ പോരാ. അതിന് എന്തുകൂടി വേണ്ടി വരും? അതിന് ലെഡ്ജർ കൂടി വേണ്ടി വരും. അപ്പോൾ ലെഡ്ജർ വരയ്ക്കുമ്പോൾ ആദ്യം വരയ്ക്കേണ്ടത് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടാണ്. രണ്ടാമത് വരയ്ക്കുന്നതാണ് സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് അക്കൗണ്ട്. ഇത് നമുക്ക് ജേണൽ എൻട്രി നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഈസി ആയിട്ട് എഴുതാം. ഞാൻ അതിൻ്റെ എമൗണ്ടുകളൊക്കെ എടുക്കാൻ എനിക്ക് ആലോചിച്ച് എടുക്കേണ്ടി വന്നു. കുട്ടികൾക്കത് ജേണൽ എൻട്രി എഴുതിയത് നോക്കി പോസ്റ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് പോസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും. രണ്ട് കാര്യങ്ങൾ കുട്ടികൾ ഒന്നുകൂടി ശ്രദ്ധിക്കണം. ഒന്ന്, നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ 100ലേക്ക് റൗണ്ട് ചെയ്തിട്ടാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. അത് ഈ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞിട്ടുള്ള കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ വേണമെന്നില്ല. രണ്ട്, നമ്മുടെ ഇൻട്രസ്റ്റ് വരുന്ന സമയത്ത് ഇൻട്രസ്റ്റും ഈ സെറ്റ് അസൈഡ് ചെയ്തിട്ടുള്ള എമൗണ്ടും കൂടി കൂട്ടുമ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? റൗണ്ട് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ശ്രദ്ധിക്കണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മുടെ സിങ്കിങ് ഫണ്ട് അക്കൗണ്ട് ക്ലോസ് ചെയ്യേണ്ടത് ആ ഫുൾ ബാലൻസ് എവിടേക്ക് മാറ്റുക? ജനറൽ റിസർവിലേക്ക് മാറ്റുക. അത്രേ വേണ്ടോ, വേറെ ഒന്നും വേണ്ട. ആ ഫുൾ ബാലൻസ് ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഇയറിൽ ഇത് സെയിൽ നടത്തി റിയലൈസ് ചെയ്യുന്ന എമൗണ്ട് എത്രയാണെങ്കിൽ ആ എമൗണ്ടിൻ്റെ പ്രോഫിറ്റ് ലോസ് നമ്മൾ അടച്ച് വേണ്ടില്ല. ഇപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഓപ്പണിംഗ് ബാലൻസ് 52,000 ആണ്. നമുക്ക് കിട്ടിയിട്ടുള്ള എമൗണ്ട് 55,000 ആണ്. ദാറ്റ് ഈസ് ദർ ഇസ് എ പ്രോഫിറ്റ് ഓഫ് ₹3,000. 3,000 രൂപ പ്രോഫിറ്റ് വരുന്നു. ആ പ്രോഫിറ്റ് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക? ആ പ്രോഫിറ്റ് സിങ്കിങ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് രണ്ട് കമ്പാരിറ്റീവ്ലി ഇമ്പോർട്ടൻസ് കുറഞ്ഞ രണ്ട് അക്കൗണ്ടുകളാണ്. ഒന്ന് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടും മറ്റൊന്ന് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിന് നേരത്തെ ഡിസ്കസ് ചെയ്ത അക്കൗണ്ടുകളുടെ അത്രയും പ്രാധാന്യമില്ല, അത്രയും വലുപ്പമില്ല, അത്രയും നമ്മൾ ഒരുപാട് വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വളരെ കുറച്ച് മാത്രമേ നമുക്കിത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. മാത്രമല്ല ഇത് കുട്ടികൾ നേരത്തെ പഠിച്ചിട്ടുള്ളൊരു അക്കൗണ്ടും കൂടിയാണ്. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് ഡിബഞ്ചേഴ്സ് അക്കൗണ്ടാണ്. ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിബഞ്ചേഴ്സ് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു ജേണൽ എൻട്രി ആദ്യം വരുന്നത് ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഏറ്റവും തുടക്കത്തിൽ ഏറ്റവും ഫസ്റ്റ് ജേണൽ എൻട്രി, ദാറ്റ് ഈസ് 2001 January 1 ഇതിൻ്റെ ജേണൽ എൻട്രി വരുന്നത് ഇങ്ങനെയാണ്. കമ്പനിക്ക് ഇത് ഇഷ്യൂ ചെയ്ത് പൈസ കിട്ടുകയാണ്. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്നാണ്. ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അല്ലേ. അപ്പോൾ പൈസ കിട്ടുകയാണ് എന്ത് ഇഷ്യൂ ചെയ്തിട്ട്? ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തിട്ട്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിബഞ്ചേഴ്സ് അക്കൗണ്ടിൽ എന്ത് വരും? ബൈ ബാങ്ക് വരും അല്ലേ. അപ്പോൾ ഇവിടെ ഡേറ്റ് എഴുതും 2001 January 1 ബൈ ബാങ്ക്. എത്ര രൂപയാണ് എമൗണ്ട്? എത്രയാണ്? 80,000 rupees. 80,000 രൂപ. 80,000 rupees ആണ് ബാലൻസ് അല്ലേ. ഇനി ഈ അക്കൗണ്ടിൽ ഇനി കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. ഈ അക്കൗണ്ട് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, മറ്റേ അക്കൗണ്ടുകളുടെ പോലെയല്ല, അതിനേക്കാളും വലിയ പ്രാധാന്യം ഇല്ലാത്തൊരു ടൈപ്പ് ഓഫ് അക്കൗണ്ടാണിത്. ഈ ഡിബഞ്ചർ അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇഷ്യൂ ചെയ്യുന്ന സമയത്തും ദെൻ അത് റെഡീം ചെയ്യുന്ന സമയത്തുമാണ് ഇതിൻ്റെ പ്രാധാന്യമുള്ളൂ. ബാക്കിയുള്ള എല്ലാ വർഷങ്ങളിലും ഇതിങ്ങനെ
എന്താണ് ബാലൻസ് ചെയ്ത് പോകുന്ന സിസ്റ്റമാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് 2001 ജനുവരി 1-ാം തീയതിയാണ്. ഡിസംബർ 31 ആകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ അക്കൗണ്ടും പോലെ തന്നെ ഈ അക്കൗണ്ടും ബാലൻസ് ചെയ്യും. അപ്പോൾ നമ്മൾ രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. കൂടുതലുള്ള സൈഡിലുള്ള എമൗണ്ട് എഴുതി ഡബിൾ ലൈൻ ചെയ്തു. അത് തന്നെ അപ്പുറത്തെ സൈഡിലേക്ക് എടുത്ത് എഴുതി ഡബിൾ ലൈൻ ചെയ്തു. അവിടെ ബാലൻസ് ചെയ്യുന്ന പ്രോസസ്സിന് വേറെ എമൗണ്ട് ഒന്നും ഇല്ലാത്ത കാരണം ആ ഫുൾ എമൗണ്ട് എടുത്ത് എഴുതി. ഡേറ്റ് എന്ന് പറയുന്നത് 2001 ഡിസംബർ 31 അല്ലേ. എഴുതുക ടു ബാലൻസ് ക്യാരിഡ് ഔട്ട്. 80,000 രൂപ നമ്മൾ ബാലൻസ് ചെയ്തു. അത് അടുത്ത ഡേറ്റിന് നെക്സ്റ്റ് ഇയറിൽ, ദാറ്റ് ഈസ് 2002 ജാനുവരി 1 എന്താണ് ബൈ ബാലൻസ് എന്താണ് ബ്രോഡ് ഓൺ ചെയ്തു 80,000. ഈ വർഷം വേറെ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ എന്ത് ചെയ്തു, ബാലൻസ് രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു. കൂടുതലുള്ള സൈഡ് കൂട്ടി ഡബിൾ ലൈൻ ചെയ്തു. അതന്നെ അടുത്ത വർഷത്തേക്ക് എടുത്ത് എഴുതി ഡബിൾ ലൈൻ ചെയ്തു. 2002 ഡിസംബർ 31 ടു ബാലൻസ് ക്യാരി ഡൗൺ 80,000 രൂപ നമ്മൾ ക്യാരി ഡൗൺ ചെയ്തു. വീണ്ടും 2003 ഫസ്റ്റിലെ ജനുവരി, ഇത് ലാസ്റ്റ് ഇയർ ആണ്, ഈ വർഷമാണ് ഇത് റെഡീം ചെയ്യുന്നത്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്ന് പറയുന്നത് എത്രയാണ്, 80,000 ആണ്. രണ്ട് സൈഡ് ഈക്വലായിട്ട് വരച്ചു, ഡബിൾ ലൈൻ ചെയ്തു, 80,000 എടുത്ത് എഴുതി. അത് ഇവിടേക്ക് എടുത്ത് എഴുതി. പക്ഷേ അതിന് മുൻപായിട്ട് നമുക്ക് എഴുതേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. 2003 ഡിസംബർ 31 തന്നെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന് മുമ്പ് തന്നെ ഇത് എന്തായിട്ട് മാറി, ഇത് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് ഡ്യൂ ആക്കി അല്ലേ. അപ്പോൾ ഇവിടെ ടു എന്താണ് ഡിബഞ്ചർ, ഷെയർ ഹോൾഡേഴ്സിൻ്റെ പേരിലല്ല, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എത്രയാണ്, 80,000. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ 2003 ടോട്ടൽ എമൗണ്ട് ആയിട്ടുള്ള 80,000 രൂപ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് മാറ്റി. ആ ജേണൽ എൻട്രി കുട്ടികൾക്ക് ഓർമ്മയുണ്ടാവും, നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട് നേരത്തെ. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ദെൻ അടുത്ത ജേണൽ എൻട്രി എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം, ഈ ജേണൽ എൻട്രിയുടെ പോസ്റ്റിംഗ്, ഈ അക്കൗണ്ട് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ടാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റിംഗ് നമുക്ക് ഇവിടെ നടത്താം. ഇവിടെ നമ്മൾ 2 ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ആയതുകൊണ്ട് തന്നെ എന്തായിരിക്കും ജേണൽ എൻട്രി എന്ന് അറിയാലോ. 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിലെ ബൈ 12% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്. ഡേറ്റ് എന്നാണ് 2003 ഡിസംബർ 31 അല്ലേ. എമൗണ്ട് എത്രയാണ്, 80,000. ഇനി അടുത്ത ജേണൽ എൻട്രി എന്താണ്, ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അല്ലേ. അപ്പോൾ 2003 ഡിസംബർ 31 തന്നെ ടു ബാങ്ക് പൈസ പേ ചെയ്യാണ് 80,000 രൂപ. അപ്പോൾ അതങ്ങനെ ക്യാൻസൽ ചെയ്ത് പോവാണ്. $80,000. അപ്പോൾ ഡ്യൂ ആയിട്ടുള്ള ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഡ്യൂ ആക്കുന്നു ഏറ്റവും ലാസ്റ്റ് ഇയർ 2003 ഡിസംബർ 31 ലാസ്റ്റ് ഡേ നമ്മൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ ഡ്യൂ ആക്കുന്നു. ആ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആക്കിയിട്ടുള്ള എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പേ ചെയ്യുന്നു അല്ലേ. ലാസ്റ്റ് ഇയറിൽ പേ ചെയ്യുന്നു. ഇതിനെയാണ് നമ്മൾ ഡിബഞ്ചർ ഡ്യൂ ആയിട്ടുള്ള എമൗണ്ട് നമ്മൾ പേ ചെയ്യുന്നതിനെയാണ് ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് പറയുന്നപ്പോൾ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ അക്കൗണ്ടിൽ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 80,000 രൂപ കൊടുക്കും. അപ്പോൾ ഇതോടുകൂടി ഇതിൻ്റെ പ്രോബ്ലംസ് ആയിട്ട് കംപ്ലീറ്റ് ആവുകയാണ്. നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള 2 അക്കൗണ്ടിൻ്റെ അത്രയും പ്രാധാന്യമില്ലെങ്കിൽ കൂടി ഈ അക്കൗണ്ടിനും വലിയ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. പക്ഷേ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു വയ്ക്കാൻ പറ്റുന്ന അക്കൗണ്ടുകളാണ്. ഇതുകൂടി കുട്ടികൾ നോക്കി പഠിക്കുക. എന്തെങ്കിലും സംശയമുള്ളവർ ഈ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട സംശയമുള്ളവർ വാട്സപ്പ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ സംശയം ചോദിച്ചിട്ടുള്ളൂ. കുറച്ച് കുട്ടികൾ ചോദിച്ചിരുന്നു. ആ സംശയങ്ങളൊക്കെ നമ്മൾ അപ്പോൾ ക്ലിയർ ചെയ്തിരുന്നു. ഇതിൻ്റെ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള നോട്ട്സും അപ്പോൾ എന്താണ് വാട്സപ്പായിട്ട് ഞാൻ ഫോർവേഡ് ചെയ്തിരുന്നു. ഇതും അതുപോലെ തന്നെ ഫോർവേഡ് ചെയ്യാം. എന്തെങ്കിലും സംശയമുള്ള കുട്ടികൾ നേരിട്ട് ഒരു ഇൻട്രാക്ഷൻ രീതിയിൽ വാട്സപ്പിലൂടെ ചോദിക്കാം.
കുട്ടികൾ മടിച്ച് നിൽക്കരുത്. അറിയാത്തതാണെങ്കിൽ ചോദിക്കണം, നിർബന്ധമായിട്ടും ചോദിക്കണം. ഇത് വളരെ പ്രാധാന്യമുള്ളൊരു ടോപ്പിക്. Now we are going to discuss the second method, that is insurance policy method. അപ്പം ആദ്യത്തെ മെത്തേഡ് സിങ്കിങ് ഫണ്ട് മെത്തേഡാണ്. അത് കുറച്ചുകൂടി നമുക്ക് മനസ്സിലാക്കാൻ, ആ ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോസസ്സൊക്കെ മനസ്സിലാക്കാൻ ചിലപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാം. ഈ മെത്തേഡിൽ അത്തരം ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. ഈ മെത്തേഡ് പേര് പറയുന്ന പോലെ തന്നെ നമ്മളൊരു ഇൻഷുറൻസ് പോളിസി എടുക്കും. ഏത് എമൗണ്ടിന്? ഡിബഞ്ചറിൻ്റെ ഫുൾ വാല്യൂ. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ ഒരു 1 lakh rupees ഡിബഞ്ചർ ഇഷ്യൂ ചെയ്ത് പർച്ചേസ് ചെയ്തു, അല്ലെങ്കിൽ വാങ്ങിയെന്ന് വിചാരിക്കും. അല്ലെങ്കിൽ കടം വാങ്ങി, ഡിബഞ്ചേഴ്സ് ഉപയോഗിച്ച് 1 ലക്ഷം രൂപ നമ്മൾ കടം വാങ്ങി. 3 വർഷം കഴിഞ്ഞാൽ നമുക്ക് തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞാൽ തിരിച്ചു കൊടുക്കണം. അപ്പോൾ 1 ലക്ഷം രൂപ കടം വാങ്ങിയ അന്ന് തന്നെ, അല്ലെങ്കിൽ അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? 5 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാൻ 1 ലക്ഷം രൂപ കിട്ടാവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഷുറൻസ് പോളിസി ചേരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ ഇൻഷുറൻസ് ചേരുമ്പോൾ അവർ പറയും, അതിൻ്റെ ഇയറും അതിൻ്റെ സമയവും ഒക്കെ, അതിൻ്റെ മെച്യൂരിറ്റി എമൗണ്ടൊക്കെ നോക്കി അവരൊരു പ്രീമിയം എമൗണ്ട് പറയും. ആ പ്രീമിയം എമൗണ്ട് ആദ്യ തവണ അടച്ചാൽ നമ്മൾ അതിൽ ജോയിൻ ചെയ്തു എന്നാണ് അർത്ഥം. പിന്നീട് ഓരോ തവണയും മുടങ്ങാതെ അടച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മെച്യൂരിറ്റി സമയമാകുമ്പോൾ നമ്മൾ ചേർന്നിട്ടുള്ള സം അഷ്വേർഡ്, അതിൻ്റെ ടോട്ടൽ എമൗണ്ട് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. ആ കിട്ടിയ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്യാം? അതെടുത്ത് നമുക്ക് ഡിബഞ്ചർ റിഡംഷന് വേണ്ടി ഉപയോഗിക്കാം. ഈ മെത്തേഡിനെയാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഡിബഞ്ചർ റിഡംഷൻ അല്ലെങ്കിൽ സിങ്കിങ് ഫണ്ട് മെത്തേഡിലൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്തതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതായത് എമൗണ്ട് മാറ്റിവെക്കുക എപ്പോഴാണ്? ആദ്യത്തെ വർഷം ഏറ്റവും അവസാന ദിവസമാണ്, അല്ലേ? P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്താണ്. അപ്പോഴാണ് നമ്മൾ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുക. അതിനും സെറ്റ് അസൈഡ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? ഇവിടെയുള്ളൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ തുടക്കത്തിൽ തന്നെ എന്നാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അന്ന് തന്നെ നമ്മൾ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കേണ്ടി വരും. അന്ന് തന്നെ നമ്മൾ പോളിസി അടയ്ക്കേണ്ടി വരും. എന്നിട്ട് എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്നത് ഏറ്റവും അവസാനം. അതായത് ജനുവരി 1-ാം തീയതി പ്രീമിയം അടച്ച് നമ്മൾ പോളിസി ചേർന്ന് കഴിഞ്ഞാലും നമ്മൾ എമൗണ്ട് മാറ്റിവെക്കുന്ന എമൗണ്ട് P&L അക്കൗണ്ടിൽ നിന്ന് മാറ്റിവെക്കുന്നത് ഡിസംബർ 31 അങ്ങനെ ഒരു മാറ്റമാണ് ഇവിടെയുള്ളത്. വേറെ മാറ്റങ്ങളൊന്നുമില്ല. വളരെ ഈസിയാണ് ഇത് വർക്ക് ചെയ്യാൻ, ഇത് ചെയ്യാൻ വളരെ ഈസിയാണ് ഈ മെത്തേഡ്. ഇനി നമുക്ക് അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാം. മനസ്സിലായല്ലോ? ഇപ്പോൾ ഇവിടെ ഞാൻ ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്ന മെത്തേഡിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് റെഡീം ചെയ്യുന്ന പീരീഡിലേക്ക്, അത് റെഡീം ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇൻഷുറൻസ് പോളിസി ചേരുന്നു. അത് ഇൻഷുറൻസ് പോളിസി ചേരുന്ന സമയത്ത് നമുക്കറിയാം, നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ ഇതുമായിട്ട് സമീപിച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും നമ്മുടെ സമയവും അതിൻ്റെ എമൗണ്ട്, സം അഷ്വേർഡൊക്കെ നോക്കി എത്ര രൂപയാണ് പ്രീമിയം എന്നുള്ള ഇൻഷുറൻസ് കമ്പനി പറയും. ആ പറയുന്ന പ്രീമിയം നമ്മൾ ഓരോ വർഷം ആദ്യത്തെ തവണ പ്രീമിയം അടച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മളതിൽ ജോയിൻ ചെയ്തു എന്നാണ്. ആ ഇൻഷുറൻസ് കമ്പനിയിൽ അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസിയിൽ നമ്മൾ ജോയിൻ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നമ്മളിനി റെഗുലർ ഇൻ്റർവെല്ലിൽ ആ പ്രീമിയം അടച്ചു കഴിഞ്ഞാൽ അത് അവസാന വർഷം എന്നാണോ അത് മെച്യൂരിറ്റി ആവുന്ന സമയത്ത് നമ്മൾ ചേർന്ന അല്ലെങ്കിൽ നമ്മൾ സം അഷ്വേർഡ് എത്രയാണോ ആ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടാവുന്ന മെത്തേഡിനെയാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കിനി അതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റിലേക്ക് പോവാം. ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ്. ഫസ്റ്റ് ഇയറിൽ നമുക്കറിയാം, ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു എന്താണ്, ഫസ്റ്റ് ഡേ തന്നെ എന്നാണോ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നത് അന്ന് തന്നെ നമ്മൾ എന്ത് ജോയിൻ ചെയ്യും? നമ്മൾ ഇൻഷുറൻസ് പോളിസി എടുക്കും. ഇൻഷുറൻസ് പോളിസി എടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ സാധാരണ ഒരു ലൈഫ് ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന മെത്തേഡ് തന്നെയാണ്. നമ്മൾ പോളിസി എടുക്കുക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ പ്രീമിയം അടച്ചാൽ ആ പോളിസിയിൽ നമ്മൾ ചേർന്നതായിട്ട് കണക്കാക്കും. അപ്പോൾ ആദ്യത്തെ പോളിസി പ്രീമിയം അല്ലെങ്കിൽ ആദ്യത്തെ പ്രീമിയം അടയ്ക്കുക എന്നുള്ളതാണ് ആ പോളിസിയിൽ ചേരുന്നതായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. ഇവിടെ അതുപോലെ തന്നെയാണ്. അത് ഓൺ പേയ്മെൻറ്റ് ഓഫ് പ്രീമിയമാണ് ഒന്നാമത്തെ ജേണൽ എൻട്രി ആയിട്ട് പറയുന്നത്. പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട് എന്നാണ് എഴുതേണ്ടത്. ഞാനിവിടെ സ്പേസ് ഇല്ലാത്ത കാരണമാണ് കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോളിസി എന്നുള്ള ചുരുക്കത്തിൽ എഴുതിയത്. ആ പോളിസീനെ ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട് ഡെറ്റർ എന്ന് എഴുതിയോണ്ട് കുഴപ്പമില്ല. അതല്ല, കുറച്ചുകൂടി നന്നായിട്ട് നമുക്കതിനെ ഡിസ്കസ് ചെയ്യാൻ പറ്റാവുന്നൊരു പേരെന്ന് പറയുന്നത് ഡിബഞ്ചർ റിഡംഷൻ
പോളിസി അക്കൗണ്ടാണ്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് പോളിസി അക്കൗണ്ട് എന്നാണ് പറയുക. നമ്മൾ നേരത്തെ സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ പോലെ തന്നെ ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട് ഡെറ്റർ, അതിനെ ചുരുക്കിയിട്ടാണ് നമ്മൾ പോളിസി എന്ന് പറഞ്ഞത്. ഇൻഷുറൻസ് പോളിസി എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട്, അതിൻ്റെ അർത്ഥം നമ്മൾ ഫസ്റ്റ് പ്രീമിയം അടച്ചു, ഒന്നാമത്തെ പ്രീമിയം അടച്ചു. രണ്ടാമത്തെ ജേണൽ എൻട്രി സെറ്റിംഗ് അസൈഡ് ദി എമൗണ്ട്. അപ്പോൾ ഇത് ആദ്യത്തിലാണ്, തുടക്കത്തിലാണ് പേ ചെയ്യുക, അല്ലെങ്കിൽ എടുക്കുന്ന ഡേറ്റിലാണ് പേ ചെയ്യുക. പക്ഷേ എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്യുന്ന എപ്പോഴാണ്? ആ വർഷം അവസാനമാണ് അല്ലേ. ഫോർ സെറ്റ് അസൈഡ് എമൗണ്ട്, സെറ്റ് അസൈഡിന് എമൗണ്ടിന് വലിയ വ്യത്യാസമൊന്നുമില്ല, നേരത്തെ സെയിം ജേണൽ എൻട്രിയാണ്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ എമൗണ്ട് മാറ്റി വെച്ചു. ഈ രണ്ട് ജേണൽ എൻട്രിയാണ് ലാസ്റ്റ് ഇയർ വരെ, അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറിലും ഇതും ലാസ്റ്റ് ഇയർ വരെ ഈ രണ്ട് ജേണൽ എൻട്രി മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. ലാസ്റ്റ് ഇയറിലും ഈ രണ്ട് ജേണൽ എൻട്രി വേണം, പിന്നീട് കുറച്ചുകൂടി ജേണൽ എൻട്രി വേണം. അപ്പോൾ ലാസ്റ്റ് ഇയറിൽ എന്താണ് വരേണ്ടതെന്ന് നോക്കാം നമുക്ക്. ലാസ്റ്റ് ഇയറിൽ ദി അബവ് ടു എൻട്രീസ് വിൽ ബി റിപ്പീറ്റഡ്. ഈ രണ്ട് ജേണൽ എൻട്രി നിർബന്ധമായിട്ട് വേണം ലാസ്റ്റ് ഇയറിൽ. പിന്നെ എന്ത് ചെയ്യുന്നു? ഓൺ റിയലൈസിങ് ദ പോളിസി എമൗണ്ട് കിട്ടുന്ന സമയത്തുള്ള ജേണൽ എൻട്രി നമ്മൾ പ്രത്യേകിച്ച് പഠിക്കേണ്ട കാര്യമില്ല. എന്താ ചെയ്യുന്നത്? നമുക്ക് പൈസ കിട്ടുകയാണ് ചെയ്യുക അല്ലേ. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എങ്ങനെയാണ്, എന്തായിട്ടാണ് പൈസ കിട്ടുന്നത്? ഇൻഷുറൻസ് പോളിസി അക്കൗണ്ടാണ്. അപ്പോൾ അവിടെ ഒരാൾക്കും ആലോചിക്കാതെ എഴുതാൻ പറ്റുന്നൊരു ജേണൽ എൻട്രിയാണ് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻഷുറൻസ് പോളിസി അക്കൗണ്ട്. പൈസ നമുക്ക് കിട്ടി. പൈസ കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത പ്രോസസ്സ് എന്താണ്? ഇത് ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആക്കുക, അവർക്ക് പേയ്മെൻറ്റ് നടത്തുക. അപ്പോൾ അടുത്ത ജേണൽ എൻട്രി ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആക്കുന്നതാണ്. ഡിബഞ്ചർ ഹോൾഡേഴ്സിന് ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി എന്താ? ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് മാറ്റി അല്ലേ. ഇവിടെ എഴുതിയിരിക്കുന്നു ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്. അടുത്തത് എന്താണ്? അവർക്ക് പേയ്മെൻറ്റ് നടത്തുക എന്നുള്ളതാണ്. പേയ്മെൻറ്റ് നടത്തുമ്പോൾ ആർക്കാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്? ഡിബഞ്ചർ ഹോൾഡേഴ്സിനാണ് പേയ്മെൻറ്റ് നടത്തേണ്ടത്. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക്. ഡിബഞ്ചർ ഹോൾഡേഴ്സിനെ പൈസ കൊടുക്കുന്നു. ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു ബാങ്ക് അക്കൗണ്ട് അല്ലേ. ഇത് നമുക്ക് ഈ രണ്ട് ജേണൽ എൻട്രി നമുക്ക് അറിയാവുന്നതാണ്. ഇനി ഒരു കാര്യം കൂടിയുണ്ട്. ഇൻഷുറൻസ് പോളിസിയിൽ ഒരിക്കലും ലോസ് വരില്ല, പ്രോഫിറ്റാണ് വരിക. ആ പ്രോഫിറ്റ് വരികയാണെങ്കിൽ അത് എവിടേക്ക്? നേരത്തെ നമ്മൾ സിങ്കിങ് ഫണ്ടിൽ പ്രോഫിറ്റ് വന്നപ്പോൾ അത് എവിടേക്ക് മാറ്റി? സിങ്കിങ് ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് വന്നപ്പോൾ സിങ്കിങ് ഫണ്ടിലേക്ക് മാറ്റിയ പോലെ ഇവിടെ ഇൻഷുറൻസ് പോളിസിയിൽ പ്രോഫിറ്റ് വരുമ്പോൾ അത് എവിടേക്ക് മാറ്റണം? ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് മാറ്റണം. ഈ ഫണ്ടിൻ്റെ പേരൊന്ന് മാറ്റണമെന്നേ ഉള്ളൂ അല്ലേ. അപ്പോൾ പോളിസി അക്കൗണ്ട് ഡെറ്റർ പ്രോഫിറ്റാണ് കേട്ടോ. പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ആ പ്രോഫിറ്റ് പോളിസിയിലേക്ക് മാറ്റി. ഇനി നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റിഡംഷനും കഴിഞ്ഞ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലെ ടോട്ടൽ എമൗണ്ട് നമ്മൾ എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ജനറൽ റിസർവ് അക്കൗണ്ട് എന്നുള്ള അക്കൗണ്ടിലേക്ക് സിങ്കിങ് ഫണ്ടിലെ പോലെ തന്നെ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇത് വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ പോളിസിയിൽ ജോയിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആദ്യത്തെ പ്രീമിയം അടയ്ക്കുന്ന ജേണൽ എൻട്രിയും അത് സെറ്റ് അസൈഡ് ചെയ്യുന്ന ജേണൽ എൻട്രിയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അവസാന വർഷം വരെ അത് റിപ്പീറ്റ് ചെയ്യണം. അവസാന വർഷത്തിലും അത് വേണം. അവസാന വർഷം എത്തിക്കഴിഞ്ഞാൽ ഈ രണ്ട് ജേണൽ എൻട്രി കൂടാതെ പോളിസി റിസീവ് ചെയ്യുന്ന ജേണൽ എൻട്രി, എന്താണ് ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് ഡിബഞ്ചർ ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി, ഡിബഞ്ചർ ഹോൾഡേഴ്സിന് പൈസ കൊടുക്കുന്ന ജേണൽ എൻട്രി, എന്താണ് പ്രോഫിറ്റ് ഓൺ ഇൻഷുറൻസ് പോളിസി ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി, ആൻഡ് അറ്റ് ലാസ്റ്റ് എന്താണ് ജനറൽ റിസർവിലേക്ക് ഈ എമൗണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ഫണ്ട് അക്കൗണ്ട് ഫുള്ളായിട്ട് ജനറൽ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന ജേണൽ എൻട്രി. ഇത്ര മാത്രമാണ്. വളരെ സിമ്പിളാണ്. സിങ്കിങ് ഫണ്ട് മെത്തേഡ് പോലെ ഒരു ടഫായിട്ടുള്ള ടോപ്പിക് അല്ല ഇൻഷുറൻസ് പോളിസി മെത്തേഡ്. കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്കാണ്. നമുക്കിവിടെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇത് ഇൻഷുറൻസ് പോളിസി മെത്തേഡിലൊരു ക്വസ്റ്റ്യനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. പേജ് നമ്പർ 181, ഇല്ലസ്ട്രേഷൻ 13, 13ാമത്തെ ഇല്ലസ്ട്രേഷനാണ്. 181ാമത്തെ പേജിലാണുള്ളത്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് ഇഷ്യൂഡ് 4,013% ഡിബഞ്ചേഴ്സ് ഓഫ് ₹100 each on 1st January 2005. ദെൻ എന്താണ് redeemed after 3 years. അതായത് ഗ്ലോബൽ കമ്പനി ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി 4000 ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്തു. ഒരു ഡിബഞ്ചറിൻ്റെ വില 100 രൂപയാണ്. നമ്മളെ സംബന്ധിച്ച് ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ നമ്മൾ ആ പ്രോബ്ലത്തിനെ ചുരുക്കണം. ആ പ്രോബ്ലത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നോട്ട് ചെയ്ത് പോകണം.
അപ്പോൾ ക്വസ്റ്റ്യൻ വായിക്കുക എന്ന് പറഞ്ഞാൽ വെറുതെ വായിച്ചു പോവില്ല. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്ക് നമ്മളൊന്ന് അണ്ടർലൈൻ ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ ക്വസ്റ്റ്യനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം 4000 നമ്പർ, ഒന്നിൻ്റെ വില എത്രയാണ് 100, റെഡീംഡ് എന്ന ഇഷ്യൂ ചെയ്തത് 1 ജനുവരി, റെഡീംഡ് ആഫ്റ്റർ 3 years, 3 വർഷം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ കുട്ടികളുടെ മനസ്സിൽ ഉണ്ടായിരിക്കേണ്ട കാര്യങ്ങൾ ടോട്ടൽ വാല്യൂ ഓഫ് ഡിബഞ്ചേഴ്സ് അല്ലെങ്കിൽ ടോട്ടൽ എമൗണ്ട് ടു ബി റിഡീംഡ് 4000 into 100, ദാറ്റ് ഈസ് 4 lakh. ദെൻ ഇഷ്യൂ ഡേറ്റ് 1 January 2005. മൂന്നാമത്തെ കാര്യം എന്നാണ് റെഡീം ചെയ്യേണ്ടത്? ആഫ്റ്റർ 3 years, 3 വർഷത്തിന് ശേഷം റെഡീം ചെയ്യും. ഇനി അടുത്ത സെക്ഷനാണ്. അടുത്ത സെക്ഷൻ എന്ന് പറയുന്നത് ദി കമ്പനി പർച്ചേസ്ഡ് ആൻ ഇൻഷുറൻസ് പോളിസി ഫോർ ദ റിഡംഷൻ പർപ്പസ് ഫോർ ₹4 lakh. 4 ലക്ഷം രൂപ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടി കമ്പനി എന്ത് ചെയ്തു? 4 ലക്ഷം രൂപയുടെ ഒരു ഇൻഷുറൻസ് പോളിസി ചേർന്നു. അപ്പോൾ ഇൻഷുറൻസ് കമ്പനി പറഞ്ഞു ഓരോ വർഷത്തെ പ്രീമിയം എത്രയാണ്? 1,28,000 ആണ്. ഓരോ വർഷവും 1,28,000 രൂപ അടച്ചാൽ മൂന്നാമത്തെ വർഷം നമുക്ക് എത്ര രൂപ കിട്ടും? 4 ലക്ഷം രൂപ കിട്ടും. അപ്പോൾ കുട്ടികൾക്ക് പ്രോബ്ലം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുട്ടികൾ ശ്രദ്ധിക്കുക. ഇഷ്യൂ ഡേറ്റ് 1/1/2005. ഡിബഞ്ചർ വാല്യൂ 4,000 into 100, 4 lakh. ദെൻ പ്രീമിയം എമൗണ്ട് 1,28,000. അപ്പോൾ നമ്മൾ ചേർന്നിട്ടുള്ള സം അഷ്വേർഡ് എന്ന് പറയുന്ന എമൗണ്ട് എത്രയാണ്? 4 ലക്ഷം രൂപയ്ക്കാണ്. അല്ലെങ്കിൽ ചോദിക്കുകയാണ് എത്ര രൂപയ്ക്കാണ് പോളിസി എടുത്തത്? 4 ലക്ഷം രൂപയ്ക്ക്. കാരണം എന്താ? 3 കൊല്ലം കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ട എമൗണ്ട് 4 ലക്ഷം രൂപയാണ് അല്ലേ? ദെൻ അതിന് നമ്മൾ കൊല്ലം അടയ്ക്കേണ്ട എമൗണ്ട് എത്രയാണ്? 1,28,000 രൂപയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഞാനിവിടെ ഹെഡ് ജേണൽ എൻട്രീസ് എന്നുള്ള ഹെഡ് കുട്ടികൾ എഴുതുക. ഇത് ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, ഡെബിറ്റ്, ദെൻ ക്രെഡിറ്റ്. ആദ്യത്തെ ജേണൽ എൻട്രി നമ്മൾ എഴുതുന്നത് ഇത് ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. 1/1/2005. നമുക്ക് പൈസ കിട്ടുന്നു. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ എത്ര രൂപയാണ്? 4000 ഡിബഞ്ചർ. ഡിനോമിനേഷൻ എഴുതി വയ്ക്കുന്നത് നല്ലതാണ്. 4000 ഡിബഞ്ചറിന്, ഒരു ഡിബഞ്ചറിന് 100 രൂപയാണ്. അങ്ങനെ 4 ലക്ഷം രൂപ, ₹4 lakh നമുക്ക് കിട്ടി. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ എഴുതുമ്പോൾ കുട്ടികൾ എപ്പോഴും അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് എഴുതണം. എന്നാലാണ് നമുക്ക് ഡിബഞ്ചറിന് തിരിച്ചറിയാൻ പറ്റുള്ളൂ. 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട്, ക്രെഡിറ്റ് കോളം 4 lakh. നരേഷൻ എഴുതുന്നവർക്ക് എഴുതാൻ ഞാനിവിടെ എഴുതുന്നില്ല, എഴുതേണ്ടതാണ്. നരേഷൻ മീൻസ് എ സ്മോൾ എക്സ്പ്ലനേഷൻ അബൌട്ട് ദ ജേണൽ എൻട്രി. ഇവിടെ നമുക്ക് എഴുതാൻ പറ്റുന്നത് ബീയിങ് എന്താണ്? ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ഫോർ ക്യാഷ് അല്ലെങ്കിൽ ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ്, രണ്ടായാലും കുഴപ്പമില്ല. ഇന്ന് തന്നെയാണ് നമ്മൾ ജേണൽ എന്താണ് പോളിസി വാങ്ങുന്നത്. സെയിം ഡേറ്റ് തന്നെയാണ്. സെയിം ഡേറ്റിന് തന്നെ എന്താണ് പോളിസി, ഇൻഷുറൻസ് പോളിസി എന്നൊക്കെ എഴുതാൻ ഞാൻ പറഞ്ഞില്ലേ. പോളിസി അക്കൗണ്ട് ഡെറ്റർ നമ്മൾ ആദ്യത്തെ പ്രീമിയം അടയ്ക്കുകയാണ് ചെയ്യുക. 1,28,000 ടു ബാങ്ക് അക്കൗണ്ട്. അതായത് 1,28,000 രൂപ ആർക്ക് കൊടുത്തു? ഇൻഷുറൻസ് കമ്പനിക്ക് കൊടുത്തു. ഡേറ്റ് ഞാനിവിടെ ഡു ആണിട്ടുള്ള, നമുക്ക് സംശയത്തിന് വേണ്ട. 1/1/2005 സെയിം ഡേറ്റ്. അപ്പോൾ എന്നാണോ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തത് അന്ന് തന്നെ 4 ലക്ഷം രൂപയ്ക്കുള്ള പോളിസി വാങ്ങി. പക്ഷെ നമ്മൾ പൈസ അടയ്ക്കുന്നത് ഏത് മാത്രമാണ്? ആദ്യത്തെ വർഷത്തെ പ്രീമിയം മാത്രമാണ് അടയ്ക്കുക. ഇനി അവിടെ ആ കമ്പനിയിൽ ഈ വർഷം ജേണൽ എൻട്രി എഴുതുന്നത് 31/12/2005. അതായത് ആ വർഷത്തെ ലാസ്റ്റ്, ആ വർഷം ലാസ്റ്റാണ് ജേണൽ എൻട്രി എഴുതുന്നത്. ആ ജേണൽ എൻട്രി എഴുതുന്നതെന്ന് പറയുന്നത് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഇതാണ് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്? 12,800. ഇനി അടുത്ത വർഷമാണ്. അടുത്ത വർഷം എന്ന് പറയുന്നത്
2006 തുടക്കത്തിൽ ജേണൽ എൻട്രികളൊന്നുമില്ല. 31/12/2006 ആണ്. അവിടെ ഈ രണ്ട് ജേണൽ എൻട്രി തുടക്കത്തിലുണ്ട്. 1/1 നമ്മൾ പോളിസി അടയ്ക്കണം, വിട്ടുപോയതാണ്. 1/1/2006 എന്താണ് പോളിസി അക്കൗണ്ട് ഡെറ്റർ. കുട്ടികൾ ശ്രദ്ധിക്കുക, ഇവിടെ ഒരു നേരത്തെ തെറ്റി പറഞ്ഞു. അടുത്ത വർഷം ആദ്യത്തിൽ നമ്മൾ പോളിസി അടയ്ക്കണം. പോളിസി അടയ്ക്കുക എന്ന് പറഞ്ഞാൽ പ്രീമിയം അടയ്ക്കണം. പോളിസി അക്കൗണ്ട് ഡെറ്റർ 12,800 ടു ബാങ്ക് അക്കൗണ്ട് 12,800 പോളിസി അടച്ചു. അത് സെറ്റ് അസൈഡ് ചെയ്യുന്ന ജേണൽ എൻട്രി 31/12/2006 P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഇത് കുട്ടികൾക്ക് ചിലപ്പോൾ കാണില്ല എഴുതിയത്, എന്നാലും കുട്ടികൾ മനസ്സിലാക്കുക. ആ വർഷം അവസാനം ഇത് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ദെൻ അടുത്ത വർഷം എന്ന് പറയുന്നത് 3-ാമത്തെ വർഷമാണ്. 3-ാമത്തെ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് റെഡീം ചെയ്യുന്ന വർഷമാണ്. എങ്കിലും റെഡീം ചെയ്യുന്ന വർഷമാണെങ്കിൽ ആ വർഷവും നമ്മൾ എന്ത് ചെയ്യണം? 1/1/2007 ആ വർഷം നമ്മൾ പോളിസി പേ ചെയ്യണം. ഇൻഷുറൻസ് പോളിസിയുടെ പ്രീമിയം പേ ചെയ്യണം. ദെൻ ദാറ്റ് ഈസ് പോളിസി അക്കൗണ്ട് ഡെറ്റർ. 12,800 ടു ബാങ്ക് അക്കൗണ്ട് 12,800. ദാറ്റ് ഈസ് പ്രീമിയം പെയ്ഡ്. രണ്ടാമത്തെ ജേണൽ എൻട്രി ആ വർഷം അവസാനമായപ്പോൾ 31/12/2007 P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ട് ഡെറ്റർ 12,800 ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് 12,800. ഇനി നമുക്ക് പോളിസി എമൗണ്ട് റിയലൈസ് ചെയ്യുന്ന ഒരു ജേണൽ എൻട്രിയാണ്. സെയിം ഡേറ്റ് തന്നെയാണ്. ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ നമുക്ക് കിട്ടുക പോളിസി എമൗണ്ട് കിട്ടുക 4 lakh ആണ്. 4 lakh ടു പോളിസി അക്കൗണ്ട് 4 lakh. ഇനി ഇവിടെ തന്നെ നമ്മൾ പറഞ്ഞു ഇൻഷുറൻസ് പോളിസി മിക്കപ്പോഴും പ്രോഫിറ്റ് ആയിരിക്കും. ആ പ്രോഫിറ്റ് ഫണ്ട് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് പറഞ്ഞു. ദെൻ പോളിസി അക്കൗണ്ട് ഡെറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. അപ്പോൾ എങ്ങനെ പ്രോഫിറ്റ് കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ 12,800 വെച്ച് 3 പ്രാവശ്യം അടച്ചു അല്ലേ? 0 0 38,400 നമ്മൾ അടച്ചിട്ടുള്ള ആകെ. 38,400 അടച്ചതിൽ നമുക്ക് 38,400 കഴിച്ച് 1,600 രൂപ പ്രോഫിറ്റ് ഉണ്ട്. ആ 1,600 രൂപ നമ്മൾ എവിടേക്ക് മാറ്റുക? പ്രോഫിറ്റ് നമ്മൾ ഇതിലേക്ക് മാറ്റുക. ഇത് പ്രോഫിറ്റ് കൂടി മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 2-3 ജേണൽ എൻട്രി എഴുതണം. ഇവിടെ ബോർഡിൽ സ്പേസ് ഇല്ലാത്ത കാരണം ഞാൻ എഴുതുന്നില്ല. പ്രോഫിറ്റ് കൂടി ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഡിബഞ്ചർ ഹോൾഡേഴ്സിൻ്റെ പേരിലേക്ക് മാറ്റണം. എമൗണ്ട് ഡ്യൂ ആക്കണം. ദാറ്റ് ഈസ് എന്താണ്? 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ്. 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റ് ടു
ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, അതായത് 4 ലക്ഷം രൂപ അവരുടെ പേരിലേക്ക് മാറ്റാം. ഇതിപ്പോൾ എഴുതി കഴിഞ്ഞ കാരണം ഞാൻ ഇവിടെ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്, പ്രോബ്ലം സൈഡിൽ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട് അത് എഴുതാൻ വേണ്ടിയിട്ട്. ജേണൽ എൻട്രി 2 ബാക്കിയുള്ള ജേണൽ എൻട്രി എഴുതാൻ വേണ്ടി ഇവിടെ മാറ്റുന്നുണ്ട്. ദെൻ അവിടെ വരുന്ന ലാസ്റ്റ് ഇയറിൽ വരുന്ന അടുത്ത ജേണൽ എൻട്രി എന്ന് പറയുന്നത് 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 4 lakh to debenture holders account, that is 4 lakh. ഇനി പൈസ കൊടുക്കുന്ന ജേണൽ എൻട്രി ആണ്. പൈസ കൊടുക്കുന്ന ജേണൽ എൻട്രി ഇങ്ങനെയാണ്: ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 4 lakh to ബാങ്ക് അക്കൗണ്ട് 4 lakh. ഇത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് നമ്മുടെ ഫണ്ട് അക്കൗണ്ട്, അതായത് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട്. ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ഡെറ്റർ ടു ജനറൽ റിസർവ് അക്കൗണ്ട്. എമൗണ്ട് ഇവിടുന്ന് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എമൗണ്ട് നമുക്ക് അക്കൗണ്ട് വരച്ച് കഴിഞ്ഞാൽ വളരെ ഫ്രീ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കുലേറ്റ് ചെയ്യാം. വളരെ ഫ്രീ ആയിട്ട് നമുക്ക് അവൈലബിൾ ആണ് അക്കൗണ്ട് വരച്ചാൽ. അക്കൗണ്ട് വരച്ചതിന് ശേഷം മാത്രം നമുക്ക് എമൗണ്ട് എഴുതിയാൽ മതി. അപ്പോൾ ഒന്നുകൂടി ഞാൻ ഡിസ്കസ് ചെയ്യാം ഈ പ്രോബ്ലം. ഇവിടെ 2005 4 ലക്ഷം രൂപ നമ്മൾ ഡിബഞ്ചർ ഇഷ്യൂ ചെയ്തിട്ട് നമ്മൾ കൈപ്പറ്റിയത്, കടമായിട്ട് വാങ്ങിയത്. അന്ന് തന്നെ 3 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു കൊടുക്കാനുള്ള പർപ്പസിന് വേണ്ടി അന്ന് തന്നെ 4 ലക്ഷം രൂപ അഷ്വേർഡിൽ നമുക്കൊരു ഇൻഷുറൻസ് പോളിസി നമ്മളെടുത്തു. അന്ന് തന്നെ അതിന് പ്രീമിയം അടച്ചു. 1,28,000 രൂപയാണ് പ്രീമിയം. അത് ജനുവരി 1-ാം തീയതി തന്നെ പേ ചെയ്തു. വളരെ സിമ്പിളായിട്ടുള്ള ജേണൽ എൻട്രിയാണ്. പോളിസി അക്കൗണ്ട് അല്ലെങ്കിൽ പ്രീമിയം അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് എന്നുള്ള ജേണൽ എൻട്രിയിൽ അത് പേ ചെയ്തു. ദെൻ ആ വർഷം അവസാനം, ഫസ്റ്റ് ഇയറിലെ ഏറ്റവും അവസാനം, ഈ പ്രീമിയം എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു, സെറ്റ് അസൈഡ് ചെയ്തു, അല്ലെങ്കിൽ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. പ്രീമിയം എമൗണ്ട് P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തു, ട്രാൻസ്ഫർ ചെയ്തു. അടുത്ത വർഷം 1-ാം തീയതി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, 1 വർഷമായപ്പോൾ എല്ലാ വർഷവും പ്രീമിയം അടയ്ക്കണം. അടുത്ത വർഷം 1-ാം തീയതി വീണ്ടും നമ്മൾ പ്രീമിയം പേ ചെയ്തു. ആ പ്രീമിയം അടയ്ക്കുന്ന ജേണൽ എൻട്രി പോളിസി അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് പ്രീമിയം എമൗണ്ട് 12,800 രൂപയാണ്, അത് പേ ചെയ്തു. ആ വർഷം അവസാനം വീണ്ടും എന്താണ്, പ്രീമിയം എമൗണ്ട് സെറ്റ് അസൈഡ് ചെയ്തു. അതല്ലെങ്കിൽ P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ രണ്ട് ജേണൽ എൻട്രിയും ആദ്യത്തെ വർഷം മുതൽ അവസാനത്തെ വർഷം വരെ റിപ്പീറ്റ് ചെയ്യുന്ന ജേണൽ എൻട്രിയാണ്. അപ്പോൾ പഠിക്കാൻ ഈസിയാണ്. ഇത് എപ്പോഴും റിപ്പീറ്റ് ചെയ്യുന്നതാണെന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ എഴുതി പോവാം. 10 കൊല്ലമാണെങ്കിൽ 10 കൊല്ലം ഇങ്ങനെ എഴുതി പോവാം. ഇവിടെ ഇപ്പം 3 കൊല്ലമുള്ളൂ. 3 കൊല്ലമായതുകൊണ്ട് നമ്മൾ 3-ാമത്തെ കൊല്ലം ഇത് തന്നെ എഴുതുന്നു. ഇവിടെ കണ്ട സെയിം ജേണൽ എൻട്രി തന്നെ 2 റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. പോളിസി അക്കൗണ്ട് ടു ബാങ്ക് അക്കൗണ്ട് പ്രീമിയം അടയ്ക്കുന്ന ജേണൽ എൻട്രിയും ആ പ്രീമിയം എവിടേക്ക് മാറ്റുന്ന ജേണൽ എൻട്രിയും P&L അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ നിന്ന് ഫണ്ടിലേക്ക് മാറ്റുന്ന അല്ലെങ്കിൽ എന്താണ് സെറ്റ് അസൈഡ് ചെയ്യുന്ന ജേണൽ എൻട്രി റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി ലാസ്റ്റ് ഇയറിൽ മാത്രം വരുന്ന ജേണൽ എൻട്രിയാണ്. ലാസ്റ്റ് ഇയറിൽ മാത്രം ഒന്ന് പോളിസി റിയലൈസ് ചെയ്യുന്നു, പോളിസിയുടെ പൈസ കിട്ടുന്നു ആ വർഷം അവസാനം, അല്ലേ? എന്നാണോ റീപേയ്മെൻറ്റ് ഡേറ്റ് അന്ന് നമുക്ക് പോളിസിയുടെ പൈസ തിരിച്ചു കിട്ടുന്നു. ആ തിരിച്ചു കിട്ടിയ പൈസ നമ്മളവിടെ പോസ്റ്റ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ബാങ്ക് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ പോളിസി അക്കൗണ്ട്. നമുക്ക് 4 ലക്ഷം രൂപ കിട്ടി. ഇനി ചെയ്യേണ്ടത് നമ്മൾ അടച്ച പൈസയും കിട്ടിയ പൈസയും കൂടി കമ്പയർ ചെയ്യാം. നമുക്കിവിടെ 1,600 രൂപ ലാഭമുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുക, പോളിസി അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് ലാഭം എവിടേക്ക് മാറ്റുക, പോളിസി അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ജേണൽ എൻട്രീസ്. ബാക്കിയുള്ള ജേണൽ എൻട്രീസ് സെയിം ആണ് എങ്കിലും ഞാൻ പറയാം. ഇനി പൈസ കിട്ടിയല്ലോ, ഇനി നമ്മൾ ചെയ്യേണ്ടത് തിരിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഈ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ കടം ഡിബഞ്ചർ തിരിച്ചു റീപേ ചെയ്യുക എന്നുള്ളതാണ്. അതിനുവേണ്ടി ഉള്ള ജേണൽ എൻട്രീസ് ആണ്. ഒന്ന് ഡ്യൂ ആക്കുന്നു, ഒന്ന് പേ ചെയ്യുന്നു. ഡ്യൂ ആക്കുന്ന ജേണൽ എൻട്രി ഇങ്ങനെയാണ്: 13% ഡിബഞ്ചേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട്, ദെൻ ഡിബഞ്ചർ ഹോൾഡേഴ്സ് അക്കൗണ്ട് അറ്റർ ടു ബാങ്ക് അക്കൗണ്ട്. അത് തന്നെ നമ്മൾ സാധാരണ ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ജേണൽ എൻട്രിയാണ്. എല്ലാ റിഡംഷനിലും ഇതേ ജേണൽ എൻട്രീസ് ആണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. ഇത് നന്നായിട്ട് പഠിക്കുക. ആൻഡ് ലാസ്റ്റ് ജേണൽ എൻട്രി എന്ന് പറയുന്നത് സിങ്കിങ് ഫണ്ടിൽ ചെയ്ത പോലെ ഇവിടെയും ഫണ്ട് അക്കൗണ്ട് ഡിബഞ്ചർ റിഡംഷൻ ഫണ്ട് അക്കൗണ്ട് അവസാനം എന്ത് ചെയ്യണം, റിഡംഷനൊക്കെ കഴിഞ്ഞാൽ അത് ഫുള്ളായിട്ട് എവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യുക,
ജനറൽ റിസർവ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് ക്ലോസ് ചെയ്യാം. ഇത്രയാണ് ഇതിൻ്റെ അക്കൗണ്ടിങ് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്.